ഹായ് ഓൾ, ഏവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഒരു വലിയൊരു പ്രോഗ്രാമിലേക്ക് നമ്മൾ കിടക്കുകയാണ്. പോഷൻ മാ എന്ന് പറഞ്ഞ പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം കുറിക്കുക എന്നുള്ള രീതിയിൽ നമ്മളൊരു പ്ലാന്റേഷൻ ഡ്രൈവ് നമ്മൾ സെപ്റ്റംബർ 1 മുതലാണ് പോഷൻ മാ നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ 1 തൊട്ട് നമ്മൾ സെപ്റ്റംബർ 1 നമ്മൾ ഇനാഗുറേഷൻ അല്ലെങ്കിൽ ഉദ്ഘാടനം എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും പോഷൻ മാ 1 തൊട്ട് 30 വരെ. അപ്പോൾ അതിന് മുന്നായിട്ട് നമുക്ക് ഓഗസ്റ്റ് 31, അതായത് നാളെ ഓഗസ്റ്റ് 31 നമ്മുടെ അടുത്ത് ഒരു പ്ലാന്റേഷൻ ഡ്രൈവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യക്തമായ ഓർഡറും കാര്യങ്ങളും നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ആ ഓർഡർ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു പ്രവർത്തനം, അതായത് എല്ലാ അംഗനവാടിക്കും അമ്മയുടെ പേരിൽ ഒരു മരം, അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ തീം തന്നിരിക്കുന്നത്, അമ്മയുടെ പേരിൽ ഒരു മരം. അപ്പോൾ എല്ലാ അംഗനവാടികളും നാളെ ഓഗസ്റ്റ് 31 രാവിലെ 10 മണിക്കും 11:30 ഇടയിൽ എന്ത് ചെയ്യുക, ഫലവൃക്ഷ തൈകൾ നിങ്ങൾ നടണം. ഓക്കെ, കണ്ട. അത് ചെയ്യുന്ന സമയത്ത് അംഗനവാടി കുട്ടികൾ എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഒപ്പം വാർഡ് മെമ്പറും വാർഡ് കൗൺസിലറും ഒക്കെ സാന്നിധ്യത്തിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. മനസ്സിലായി? അപ്പോൾ നിങ്ങൾ അവരെ ഇന്ന് തന്നെ അറിയിക്കണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചെയ്ത കാര്യങ്ങളുടെ ഫോട്ടോ നമുക്ക് നമ്മുടെ NNM സെക്ടർ ഗ്രൂപ്പുകൾ വഴി, പോഷൻ അഭിയാൻ സെക്ടർ ഗ്രൂപ്പുകൾ വഴി നിങ്ങൾ അയക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത് ജനാന്തോളനിലെ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താനുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് നാളെ അതെങ്ങനെയാണ് ജനാന്തോളനം രേഖപ്പെടുത്തുക എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും ഫുള്ളായിട്ട് ഈ വീഡിയോ വാച്ച് ചെയ്യുക. ഞാൻ എൻ്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് വന്നിട്ടുള്ള ഓർഡർ. കണ്ടില്ലേ, അതിൽ കണ്ടില്ലേ, അമ്മയുടെ പേരിൽ ഒരു മരം എന്ന് പറഞ്ഞിട്ടാണ് ഓർഡർ വന്നിട്ടുള്ളത്. കണ്ടില്ലേ, അതിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളുടെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. കണ്ട, ഒരു മരമെങ്കിലും ഒരു അംഗനവാടിയിൽ നടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ കമ്മ്യൂണിറ്റിയുടെ ഇടപെടൽ എങ്ങനെയായിരിക്കണം, ഡോക്യുമെൻറ്റേഷനും റിപ്പോർട്ടിങ്ങും എങ്ങനെയായിരിക്കണം, അതുപോലെ തുടർന്നുള്ള പരിപാലനം. നമുക്കറിയാം, നമ്മളൊരു മരം നട്ടിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല. എങ്ങനെയാണ് അതിൻ്റെ ബാക്കിയുള്ള പരിപാലനങ്ങൾ എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തൈകൾ കണ്ട, ചാമ്പ, പേര, പ്ലാവ്, മാവ്, ഞാവൽ, പപ്പായ, നെല്ലി, ആത്തിക്കാര കണ്ട. അപ്പോൾ ഇതിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ പ്രവർത്തനം ചെയ്യണം. ഈ പ്രവർത്തനം ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് രേഖപ്പെടുത്തണം. അപ്പോൾ അതെങ്ങനെയാണ് ജനാന്തോളനിൽ രേഖപ്പെടുത്തുക എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഗൂഗിളിനകത്ത് പോവുക. ഗൂഗിളിനകത്തേക്ക് കയറിയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഗൂഗിളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജൻ ആന്തോളൻ കണ്ട, ജൻ ആന്തോളൻ, JANANDHOL, ജൻ ആന്തോളൻ ടൈപ്പ് ചെയ്യുക. ഇത് സെർച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കണ്ട, പോഷൻ അഭിയാൻ ജൻ ആന്തോളൻ സാധനം ഇവിടെ ഉണ്ട്. കണ്ട, നിങ്ങൾ ചെയ്യുക, ഈ ഞാനിപ്പോൾ കാണിച്ചു തന്ന പോലെ ഇതിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തുറന്നു വരും. വരുമ്പോൾ ഇതിൽ കണ്ട, നമുക്ക് പോഷൻ മായുടെ പ്രവർത്തനങ്ങൾ സെപ്റ്റംബർ 1 തൊട്ട് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. താഴെ കണ്ട പ്ലാൻ ഫോർ മദർ എന്ന് കണ്ട, അപ്പോൾ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിലാണ് നമ്മൾ നാളത്തെ പ്രവർത്തനം എൻ്റർ ചെയ്യുക. അപ്പോൾ പ്ലാൻ ഫോർ മദറിലോ അവിടെ താഴെ കണ്ട വിസിറ്റ് www.treeplantation potiontracker.in കണ്ട, അതുമൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സൈറ്റിലേക്ക് നേരെ കയറാം. മനസ്സിലായി? ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ലോഗിൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്കിവിടെ ഡാറ്റ എൻട്രിയിൽ പോകണം. ഇതിപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡാറ്റ എൻട്രി എന്ന് കാണാൻ കണ്ട, ആ ഡാറ്റ എൻട്രി അടിച്ചിട്ട് നിങ്ങളിവിടെ ഓരോന്നിനും ഓരോ പാസ്വേഡ് ഉണ്ട്. ഓരോ ബ്ലോക്കിനും ഓരോ പാസ്വേഡാണ്. മനസ്സിലായി? അതായത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടുത്തെ നിങ്ങളുടെ പോഷൻ അഭിയാൻ കോർഡിനേറ്ററോട് അല്ലെങ്കിൽ സൂപ്പർവൈസറോട് ചോദിച്ചിട്ട് യൂസർ നെയിമും പാസ്വേഡും നിങ്ങളിവിടെ അടിച്ചു കൊടുക്കണം. അവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം വേണം നിങ്ങൾ ലോഗിൻ ചെയ്യാൻ. അത് നിങ്ങൾക്ക് അവിടെ നിന്ന് അവൈലബിൾ ആക്കി തരും. അതിനുശേഷം നിങ്ങളവിടെ എന്ത് ചെയ്യുക, യൂസർ നെയിം അടിച്ചു കൊടുക്കുക. എന്താണോ അവിടുത്തെ യൂസർ നെയിം, എന്താണ് അവിടുത്തെ പാസ്വേഡ് എന്നുള്ളത് നിങ്ങൾ അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുത്തതിന് ശേഷം അപ്പം ഞാനത് അടിച്ചു കൊടുത്തു. ലോഗിൻ ഐ ഡിയും പാസ്വേഡ് അടിച്ചു. എൻ്റെ ലോഗിൻ എന്നുള്ളത് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ പേജ് തുറന്നു വന്നു. കണ്ട, ട്രീ പ്ലാന്റേഷൻ കണ്ടില്ലേ. അതിൽ നമ്മൾ തീം, നമുക്ക് ഒറ്റ തീമുള്ളൂ, ഏക്പെട മീക്ക് നാം കണ്ട. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം MOW ഓർഗനൈസർ അത് തന്നെ, ബ്ലോക്ക് അത് തന്നെ. ബ്ലോക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അംഗനവാടി ലെവലാകുമ്പോൾ എന്ത് ചെയ്യണം, അംഗനവാടി ആക്കണം. മനസ്സിലായോ? അതിനുശേഷം സെലക്ട് അംഗനവാടി. അപ്പോൾ നിങ്ങളുടെ അംഗനവാടി ഏതാണെന്നുണ്ടെങ്കിൽ ഇതിൽ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അംഗനവാടി നിങ്ങൾ സെലക്ട് ചെയ്യുക. അവിടെ വന്നു. അതിനുശേഷം നിങ്ങൾ ആക്ടിവിറ്റി സെലക്ട് ചെയ്യണം. ആക്ടിവിറ്റി നമ്മൾ ട്രീ പ്ലാന്റേഷൻ ആണല്ലോ ചെയ്യണത്. അപ്പോൾ ട്രീ പ്ലാന്റേഷൻ കൊടുക്കുക. ഡേറ്റ് കൊടുക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത്, ഓഗസ്റ്റ് 31. അപ്പോൾ നിങ്ങൾ നാളെ ആകുമ്പോൾ 31 അവിടെ സെലക്ട് ചെയ്യണം. ഡേറ്റും 31 തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ എന്ത് ചെയ്യും, നമ്പർ ഓഫ് ട്രീസ് പ്ലാന്റഡ്
എത്ര എണ്ണമാണെങ്കിൽ ഒരെണ്ണമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം 1 കൊടുക്കണം, 2 ആണെങ്കിൽ 2, 5 ആണെങ്കിൽ 5, എത്ര എണ്ണമാണെങ്കിൽ ആ എണ്ണ അവിടെ കൊടുക്കാം. അതിന് ശേഷം നിങ്ങളുടെ അപ്ലോഡ് പിക്ചർ കണ്ട ഫോട്ടോ നിങ്ങൾ ആ ബ്രൗസും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ പ്ലാന്റേഷൻ്റെ ഫോട്ടോ നമ്മളതിലേക്ക് കൊടുത്തു കണ്ട, ഈ പ്ലാന്റേഷൻ്റെ ഫോട്ടോ നമ്മളതിലേക്ക് എൻ്റർ ചെയ്ത് അപ്പോൾ താഴെ ആ പിക്ചറിൻ്റെ കണ്ട 1000-something.jpg അവിടെ വന്നു. നെയിം ഓഫ് ട്രീസ് പ്ലാന്റഡ്, മനസ്സിലായ? ഏത് ട്രീ ആണ് നിങ്ങൾ ചെയ്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യണം. ഇതിൽ നോക്കാം നിങ്ങൾ ഏത് ട്രീ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് വെറുതെ ഒരെണ്ണം സെലക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴോട്ട് പോവാം. പിന്നെ നിങ്ങൾക്ക് ഇതിലേ ചിലപ്പോൾ നിങ്ങളിതിങ്ങനെ സെലക്ട് ചെയ്യും, നിങ്ങൾ ഏതാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതലുള്ളവർക്ക് വേറെ വേറെ സെലക്ട് ചെയ്യട്ടെ, അതുകൊണ്ട് കുഴപ്പമില്ല, മനസ്സിലായ? അപ്പോൾ നിങ്ങളിത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ താഴെ ഒന്നും കാണില്ല എന്ന് വിചാരിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് സബ്മിറ്റ് എന്നുള്ളത് കാണാൻ ഇങ്ങനെ വരില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഫോണിൻ്റെ റൊട്ടേഷൻ ഓൺ ആക്കണം. എല്ലാവരും ഫോണിനും ഇതുപോലെ റൊട്ടേഷൻ ഉണ്ടാവും, അതായത് ലാൻഡ്സ്കേപ്പും പൊട്ട് ചെയ്യുന്ന പോലെ. അപ്പോൾ ഈ നിങ്ങൾ എന്ത് ചെയ്യണം, റൊട്ടേഷൻ സ്ക്രീനിൻ്റെ റൊട്ടേഷൻ ഓൺ ആക്കുക. സബ്മിറ്റ് കാണാത്തവർ സബ്മിറ്റ് കാണാത്തവർ സ്ക്രീനിൻ്റെ റൊട്ടേഷൻ ഓൺ ആക്കുക. അപ്പോൾ ഇതിങ്ങനെ തിരിയും കണ്ട. അപ്പോൾ നിങ്ങൾക്ക് അവിടെ താഴെ പോകുമ്പോൾ എന്ത് കാണാൻ പറ്റും, സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ താഴെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നവർ എന്ത് ചെയ്യുക, ഈ ഒന്ന് റൊട്ടേഷൻ ഓൺ ആക്കിയിട്ട് ചെയ്യുക കണ്ട. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ് കാണാൻ കണ്ടില്ലേ, സബ്മിറ്റ് കണ്ടില്ലേ. അപ്പോൾ നിങ്ങൾ ആ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് സക്സസ്ഫുൾ ആവും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, സക്സസ്ഫുള്ളി സബ്മിറ്റഡ്. ഇങ്ങനെ സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് വന്നാലാണ് എന്താവുള്ളൂ, നിങ്ങൾ ചെയ്ത പ്രവർത്തനം എൻ്റർ ആയി നിങ്ങൾക്ക് ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാനിപ്പോൾ ചെയ്തത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് സബ്മിറ്റ് കാണാത്തവർക്ക്, ഇപ്പോൾ നോർമലി നിങ്ങൾക്കിത് ഇവിടെ നോക്കിയാൽ കാണാൻ കണ്ട, നമ്മളിവിടെ ഈ ആക്ടിവിറ്റീസൊക്കെ അടിച്ചു കൊടുക്കാനുള്ളത് ഇങ്ങനെ വരും. ഏറ്റവും താഴെ ഓൾറെഡി സബ്മിറ്റ് എടുക്കുന്നുണ്ട്. ഇൻ കേസ് അങ്ങനെ വന്നാൽ മാത്രം അങ്ങനെ റൊട്ടേഷൻ ആക്കിയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ എല്ലാവരും നാളെ ചെയ്ത് പ്രോഗ്രാം നടത്തിയിട്ട് ഇതുപോലെ ഇതിനകത്ത് കയറി സബ്മിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.